ഹൈദരാബാദ് റോഡിനരികിൽ യാത്ര പോയിരുന്ന ഒരു വാഹനം തീപിടിച്ച് 32 പേരാണ് യാത്രക്കകത്ത് വെച്ചുകൊണ്ട് മരണപ്പെടുന്നത്. അവരിൽ എത്ര പേർ എത്ര പ്രതീക്ഷകളുമായി എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി വീടിന് അടുത്ത് വെച്ചിരിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ബക്കറ്റിലേക്ക് വീണുകൊണ്ട് മരിച്ച സ്വന്തം വീട്ടിൽ സ്ഥിരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മുറിച്ചു മാറ്റുന്ന മരണത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരാം. ഈ ഓർമ്മ നമുക്കുണ്ടാവണം. ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ അനാഥരാകും. നമ്മുടെ കുട്ടിക്കെന്ന് പറയാൻ ഒരു വാപ്പയുണ്ട്, നമ്മുടെ കുട്ടിക്കെന്ന് പറയാൻ ഒരു ഉമ്മയുണ്ട്. പക്ഷെ ഒറ്റ സെക്കൻഡ് കൊണ്ട്, നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടിനെ യതീമെന്ന് വിളിക്കുന്ന ഒരു ദിവസം വരും. നമ്മുടെ ഭാര്യയ്ക്കിന്ന് തൊടാൻ, തല്ലുകൂടാൻ, വഴക്കിടാൻ, സംസാരിക്കാൻ, രസം പറയാൻ, തമാശ പറയാൻ ഒരു ഭർത്താവുണ്ട്. ഒരു നാൾ അവളെ പേരിലേക്ക് മാറ്റപ്പെടും വിധവ. ഈ ഓർമ്മപ്പെടുത്തൽ ജീവിതത്തിലുടനീളം മനുഷ്യനുണ്ടാവണം. കൊട്ടാരത്തിനുള്ളിൽ നിന്ന് മണ്ണറയിലേക്ക് മാറ്റപ്പെടുന്ന ദിവസം മറന്നു പോകണ്ട എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ അവനിൽ ബുദ്ധിമാന്മാരുണ്ട്. ബുദ്ധിമാന്റെ അടയാളം അവരിൽ ഏറ്റവും അധികം മരണത്തെ കുറിച്ചുകൊണ്ട് ഇസ്തിഅദാദ് നടത്തുന്നവരാണ്, ഒരുങ്ങണവരാണ്. മരിക്കുന്നറിയാത്തവരെല്ലാവരും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് ഒരുങ്ങുന്നവരാണ്. മഹാരഥന്മാർ, ഉലമാക്കന്മാർ പറയാണ്, മരണത്തിന് ഒരുങ്ങുക എന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ അയാളിൽ ഉണ്ടാവണം. ഒന്ന്, തർക്കുൽ മആസി, അയാൾ സകല തിന്മകളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് അയാൾ ഒഴിവായി നിൽക്കലാണ്. ഹറാമിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഹറാം ആസ്വദിച്ച് മരിക്കുമ്പോൾ എന്തായിരിക്കും? ഹറാമായ ബന്ധത്തിലൂടെ മരിക്കുമ്പോൾ, ഹറാമായ സാഹചര്യത്തിൽ മരിക്കുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് തർക്കുൽ മആസി, പാപങ്ങൾ അയാൾ ഒഴിവാക്കും. 2, വത്തൗബ, അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സകല പാപങ്ങളിലും അയാളുടെ മനസ്സിൽ എപ്പോഴും തൗബയുടെ പരാമർശങ്ങളും ജീവിത കാഴ്ചപ്പാടുകളും ഉണ്ടാകും. 3, വറദ്ദുൽ മദാലിമി ഇലാ സ്വഹാബിഹാ, തന്റെ ജീവിതത്തിൽ അനർഹമായത് വല്ലതും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് വേഗം തിരിച്ചു കൊടുക്കും. അപ്പുറത്തെ വീട്ടിലെ അയൽവാസിന്റെ 1/2 സെന്റ് ഭൂമി നമ്മളെ കയ്യിൽ, നമ്മുടെ ആധാരത്തിലുണ്ടോ, ഇത് മരിക്കണതിന്റെ മുമ്പ് തിരിച്ചു കൊടുത്തു. മറ്റുള്ളവന്റെ അന്യായമായ വല്ലതും നമ്മുടെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ടോ, മരിക്കുന്നതിന്റെ മുമ്പ് തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചോ. മരണത്തിന് ഒരുങ്ങൽ അതാണ്. 4, വല്ല അമാലു സാലിഹാത്ത്, നല്ല രൂപത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ, ഇന്നലെ ചെയ്യാത്ത നന്മകൾ ഇന്ന് ചെയ്യാൻ കഴിയണം. ഇന്ന് ചെയ്യാൻ കഴിയാത്തത് നാളെ ആരംഭിക്കണം. അങ്ങനെ സൽക്കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങലാണ് ഇസ്തിഅദാദ് നടത്തുക എന്നത്. ഹദീസിൽ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ശരിക്ക് ലജ്ജയുള്ളവരായി മാറണം. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അള്ളാഹുവിനോട് എങ്ങനെയാണ് ഞങ്ങൾ ലജ്ജിക്കേണ്ടത്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തഹ്ഫദർ റഅസ വമാ വആ, നിന്റെ തല നീ ശ്രദ്ധിക്കലാണ്, തലയോട് ബന്ധിച്ചതും ശ്രദ്ധിക്കലാണ് ലജ്ജ. തല ശ്രദ്ധിക്കുക, കണ്ണ്, ചെവി, സംസാരം, ഈ അവയവങ്ങൾ ഉൾക്കൊള്ളുന്ന തല നീ ശരിക്ക് ശ്രദ്ധിച്ചോ? വേണ്ടാത്തരങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടോ? ഇന്ന് മൊബൈലിന്റെ യുഗത്തിലാണ്, സോഷ്യൽ മീഡിയ യുഗത്തിലാണ്. നമ്മുടെ കണ്ണുകൾ രണ്ടും എത്രമാത്രം അബദ്ധങ്ങളിലേക്കാണ്, എത്ര മണിക്കൂറുകളാണ്, എന്തൊക്കെയാണ് നമ്മുടെ കണ്ണിലൂടെ മറഞ്ഞു പോയി കൊണ്ടിരിക്കുന്നത്. കണ്ണിനെ ശ്രദ്ധിച്ചോ, ചെവി ശ്രദ്ധിച്ചോ, സംസാരം ശ്രദ്ധിച്ചോ, വോയിസ് ശ്രദ്ധിച്ചോ? നിന്റെ കണ്ണുകളെ, നിന്റെ തലകളെ നീ ശ്രദ്ധിക്കുന്നതാണ് ലജ്ജ. വൽബത്വന വമാ ഹവാ, നിന്റെ വയറ് ശ്രദ്ധിച്ചോ, അതിനോടനുബന്ധിച്ച് ലൈംഗികാവയവങ്ങൾ ശ്രദ്ധിച്ചോ? ഹറാമിന്റെ സമ്പാദ്യം കേറി വരണ്ട, ഹറാമിന്റെ ലൈംഗികതകളിലേക്ക് കടന്നു പോകണ്ട. ഹറാമായ രൂപത്തിൽ നിഷിദ്ധമായത് ആരൊക്കെ ഇസ്ലാമിനെ പരിഹസിച്ചാലും, എന്തിനൊക്കെ ഹറാമിനെ അവർ ഹലാലാക്കി പ്രഖ്യാപിച്ചാലും, നീയാണ് അവസാനം അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിന്റെ വയറ്, നിന്റെ ഗുഹ്യാവയവങ്ങൾ തെറ്റുകളിലേക്ക് പോണത് നീ ശ്രദ്ധിച്ചോ. അടുത്തത് വതദ്കറൽ മൗത വൽ ബിലാ, നീ മരണത്തെ കുറിച്ച് ആലോചിച്ച് നോക്ക്. മരിച്ചാൽ ദ്രവിക്കുന്ന നിന്റെ ശരീരത്തെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഈ ശരീരത്തിലേക്ക് പുഴുക്കളും ചിതലും വന്നരിക്കുന്ന ദിവസങ്ങൾ വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മരിച്ചാൽ, നമ്മുടെ മണ്ണിലേക്കുള്ള യാത്ര കഴിഞ്ഞവിടുന്ന് എല്ലാവരും തിരിച്ചു പോന്നാൽ, ആഴ്ചകൾ, മാസങ്ങൾ കഴിയുമ്പോൾ ഈ ഇറച്ചി കഷ്ണങ്ങൾ ഇല്ലാതെ പോകുന്ന, ദ്രവിക്കുന്ന ഒരു നാൾ വരാനുണ്ട്. മാസങ്ങൾ പിന്നിടുന്നതോടുകൂടെ അവസാനം ചാരമായ, അസ്ഥികൂടമായ ഈ സുന്ദരമായ മേനി അവിടേക്ക് മാറ്റപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ദുനിയാ
ദുനിയാവെന്ന് എപ്പോ വേണമെങ്കിലും 6 അടി മണ്ണിലേക്ക് ഇറങ്ങിപ്പോകാനുള്ളവരാണ്. ഇത് മറക്കല്ലേ എന്നതാണ് അള്ളാഹുവിനോടുള്ള ലജ്ജ. അടുത്തത് വമൻ അറാദൽ ആഖിറ, പരലോകം ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ പരമാവധി ഒഴിവാക്കിക്കോ. നീ പൊങ്ങച്ചക്കാരനാവണ്ട, നീ അഹങ്കാരത്തിന്റെ വക്താവാകണ്ട, ആഡംബരത്തിന്റെ വക്താവാകണ്ട, താന്തോന്നിത്തരത്തിന്റെ വക്താവായി മാറണ്ട. നീ ഒരിക്കലും സെലിബ്രിറ്റികൾക്ക് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കുന്നവനായി മാറരുത്. സോഷ്യൽ മീഡിയയിൽ കമന്റുകൾക്ക് വേണ്ടി, ചിരിക്ക് വേണ്ടി, ലൈക്കിന് വേണ്ടി, ആളുകൾക്കിടയിലെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി നിന്റെ ഭാര്യനെയും കുട്ടികളെയും വേഷം കെട്ടി നടത്തണ്ട. പ്രിയപ്പെട്ടവരെ, നിനക്ക് നിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ മരിച്ചാറടി മണ്ണിലേക്ക് 3 പിടി കഫൻ പുടവയിലേക്ക് കൊണ്ടുപോയി വെച്ച് എല്ലാവരും തിരിച്ചു പോരുമ്പോ രക്ഷക്ക് നീ മാത്രം ഉണ്ടാവുള്ളൂ. ദുനിയാവിന്റെ അനാവശ്യമായ സീനത്തുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ഒതുങ്ങിക്കോ, ഒന്ന് ശാന്തനായിക്കോ, ഒന്ന് വിവേകത്തോടെ ജീവിച്ചോ, ഒന്ന് ബുദ്ധി കൊടുത്ത് ജീവിച്ചോ. അവസാനം നമ്മളും നമ്മുടെ അമലും മാത്രമായി ഖബറിനകത്തുള്ള ഇരുട്ടുകൾക്കുള്ളിൽ കടന്നു പോകുമ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയിട്ട് ആയിരക്കണക്കിന് മലായികത്തുകൾ വരെ സാക്ഷിയായ ജനാസയായിരുന്നു. ആ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഖബറിനകത്തുള്ള കുടുസത എന്ന ഒന്ന് വരാനുണ്ട്, ഒരു വരിഞ്ഞു മുറുക്കൽ അതിനുള്ളിലുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു. എന്നിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരെ അതിൽ നിന്ന് നല്ല മനുഷ്യന്മാരെ മോചിപ്പിച്ചു കൊടുക്കുക. നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ, നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായി സുരക്ഷിതമാണെന്ന് ഗ്യാരണ്ടി പറയാനുള്ള ആരാ ഇവിടെ ഉള്ളത്? അതുകൊണ്ട് ഒന്നാലോചിക്കുക, ഏത് സെക്കൻഡിലും നമ്മുടെ വീട്ടിൽ ഒരു ജനാസ വരാം. ഒരു പക്ഷേ അത് നമ്മളായിരിക്കാമെന്ന ബോധ്യത്തോടെ കലണ്ടറിന്റെ തീയതിക്കുള്ളിലെ ഏതോ ഒരു തീയതി എൻ്റെ മരണ തീയതി ആയിരിക്കുമെന്ന ബോധം വിസ്മരിക്കാതെ ജീവിക്കലാണ് നീ അള്ളാഹുവിനോട് ലജ്ജയുണ്ടാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മരിച്ചാലും തീരാത്ത അവസാനിക്കാത്ത സ്വതക്കയുണ്ടാവണം. നമ്മൾ മരിച്ച് ഖബറിലേക്ക് ഇറക്കി വെച്ചാലും നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ കൂലി കിട്ടുന്ന ഒരുപാട് നന്മകൾ, മദ്രസാ സ്ഥാപനങ്ങൾ, പള്ളി സംവിധാനങ്ങൾ, അനാഥാലയങ്ങൾ, വീട് വെച്ചു കൊടുത്തത്, മരങ്ങൾ വെച്ചു പിടിപ്പിച്ചത്, വെള്ളത്തിന് വേണ്ടി ഫണ്ട് കൊടുത്തത്, കാലങ്ങൾ നിലനിൽക്കുന്ന സദഖത്തുൻ ജാരിയകൾ ഉണ്ടാക്കി വെച്ച് ഇവിടുന്ന് പോയാൽ മരിച്ചാറടി മണ്ണിന്റെ ഉള്ളിലേക്ക് കൂലി കിട്ടുന്ന വഴിയാണ് എന്ന് ഓർമ്മയുണ്ടാവും.